നമസ്കാരം. ഇറാനിലെ മതഭരണകൂടത്തിനെതിരെ ജനങ്ങൾ നടത്തിയ പ്രക്ഷോഭത്തെ അടിച്ചമർത്താനായി അങ്ങേയറ്റം ക്രൂരമായ മാർഗങ്ങളാണ് ഇറാനിലെ ഭരണാധികാരികൾ സ്വീകരിച്ചത്. അതിനെക്കുറിച്ചുള്ള ഒരുപാട് വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുമ്പോൾ അവയിൽ പലതും നമ്മെ ശരിക്കും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പിക്കുന്നതാണ്. കഴിഞ്ഞ മാസം 8-ാം തീയതി 9-ാം തീയതിയുമൊക്കെ ആയിരുന്നു ഈ സംഘർഷം ഏറ്റവും രൂക്ഷമായ നിലയിൽ എത്തിയത്. ഭരണകൂടം സൈന്യത്തോടും അതുപോലെ അവരുടെ പോലീസിനോടെല്ലാം ആവശ്യപ്പെട്ടത് ആളുകളെ പരമാവധി കൊന്നുതള്ളാനായിരുന്നു. ജനങ്ങളെ ഇത്തരത്തിൽ കൂട്ടക്കൊല ചെയ്യുന്നതിന് വലിയ തോതിലുള്ള ശമ്പള വർധന സൈന്യത്തിന് ഈ മതഭരണകൂടം വാഗ്ദാനം ചെയ്തിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇതെല്ലാം തന്നെ ഇപ്പോൾ സൈന്യത്തിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥന്മാർ പുറത്തുവിടുന്ന വിവരങ്ങളാണ്. ഈ പ്രക്ഷോഭത്തെ അതിക്രൂരമായ രീതിയിൽ അടിച്ചമർത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ഘട്ടം എത്തിയപ്പോൾ സൈനികർ തന്നെ പറഞ്ഞു അത്ര ഞങ്ങൾക്കിനി ഞങ്ങളുടെ സ്വന്തം നാട്ടുകാരെ കൊല്ലാൻ കഴിയുകയില്ല എന്ന്. നിരവധി സൈനികർ ഇപ്പോഴും വിഷാദ രോഗത്തിന് ചികിത്സയിലാണെന്നാണ് പറയപ്പെടുന്നത്. പലരും ജോലി ഉപേക്ഷിക്കുന്ന മട്ടാണ് ഉള്ളത്. കാരണം അവർക്ക് അന്ന് നടന്ന സംഭവങ്ങൾ ഓർക്കാൻ പോലും വയ്യ എന്നാണ് പറയപ്പെടുന്നത്. ഈ മതഭരണകൂടം നിർദ്ദേശിച്ചതനുസരിച്ച് ജനങ്ങൾക്ക് നേരെ വെടിവെക്കുമ്പോൾ അവർ കാണുന്ന കാഴ്ച തങ്ങളുടെ വേണ്ടപ്പെട്ട അടുത്ത സുഹൃത്തുക്കളായ അടുത്ത ബന്ധുക്കളായ കുടുംബക്കാരായ നിരവധി പേർ മരിച്ചു വീഴുന്നതാണ്. സ്വന്തം കുടുംബത്തിലെ ചില കുട്ടികൾ മരിച്ചു വീഴുന്നത് പോലും കണ്ട സൈനികരുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇവരിൽ പലരും ഇപ്പോൾ വിഷാദ രോഗത്തിന് അടിമപ്പെട്ടിരിക്കുന്നുവെന്നും ചികിത്സയിലാണ് എന്നുമാണ് പറയപ്പെടുന്നത്. തടവിലാക്കിയ നിരവധി പ്രക്ഷോഭകരെ ജയിലിനുള്ളിലിട്ടും ക്രൂരമായി പീഡിപ്പിച്ചവർ കൊന്നു എന്നുള്ള വാർത്തകളും പുറത്തു വരികയാണ്. ഏതായാലും ഇറാനിലെ പ്രക്ഷോഭത്തെ അടിച്ചമർത്താനിറങ്ങിയ ഖമേനിക്കും അനുയായികൾക്കും ഒരു സമയപരിധി കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി ഇനി ഈ സൈന്യത്തെ ഉപയോഗിച്ച് ഞങ്ങൾക്കൊന്നും തന്നെ ജനങ്ങളെ നേരിടാൻ കഴിയുകയില്ല എന്ന്. അതിൻ്റെ കൂടി ഫലമായിട്ടാണ് പിന്നീട് ഈ സംഘർഷത്തിന് അയവ് വന്നത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ട്. ഈ സംഘർഷത്തെ ഏത് വിധേനയും അടിച്ചമർത്തണം, അതും ക്രൂരമായ രീതിയിൽ തന്നെ വേണം എന്നായിരുന്നു ഈ ഖമേനിയും അനുയായികളും സൈന്യത്തോട് ആവശ്യപ്പെട്ടിരുന്നത്. ഇതിൻ്റെ ചില ഭീകരമായ ദൃശ്യങ്ങൾ പിന്നീട് പുറത്തു വന്നിരുന്നു. സംഘർഷത്തിൽ പരിക്കേറ്റ് അവശനിലയിൽ പിടയുകയായിരുന്ന ഒരു സ്ത്രീയുടെ അടുത്ത് നിന്നുകൊണ്ട് ഒരു സൈനികൻ അവരെ വെടിവെച്ച് കൊല്ലുന്നതിൻ്റെ ദൃശ്യങ്ങളും പുറത്തുവിട്ടിരുന്നു. ഇതൊക്കെ തന്നെ ഇറാനിലെ മതഭരണകൂടത്തിനെതിരായ വലിയ തോതിൽ ജനരോഷം വരുന്നതിനും സൈന്യത്തിൽ നിന്ന് തന്നെ ഒരു വലിയ ഭാഗം സൈനികർക്ക് ഇതിനോട് എതിർപ്പ് ഉണ്ടാകാനുമൊക്കെ കാരണമായി തീർന്നിരുന്നു. അതേസമയം ഇറാനിൽ സമാധാനപരമായി പ്രക്ഷോഭം നടത്തുന്ന ആളുകളെ വെടിവെച്ച് കൊല്ലാൻ വിസമ്മതിച്ച സൈനികരെ സൈനിക കോടതിയിൽ വിചാരണ നടത്തി ശിക്ഷിക്കും എന്നുള്ള ഭീഷണി മുഴക്കിയാണ് ഇവരെ നേടാനായി അയച്ചത് എന്നാണ് പറയപ്പെടുന്നത്. നിങ്ങളുടെ ജോലി നഷ്ടപ്പെടും, നിങ്ങളുടെ കുടുംബാംഗങ്ങളെ മുഴുവൻ ഞങ്ങൾ ജയിലിടും അല്ലെങ്കിൽ കൊല്ലും, ഒപ്പം നിങ്ങളെ സൈനിക കോടതിയിലെത്തിച്ച് കൃത്യവിലോപത്തിനും ഉന്നതങ്ങളിൽ നിന്നുള്ള ആജ്ഞകൾ അനുസരിക്കാൻ വിസമ്മതിച്ചതിനും ശിക്ഷ വിധിപ്പിക്കും എന്നുമാണ് ഭീഷണി മുഴക്കിയിരുന്നത്. ഇറാനിലെ കാര്യം നമുക്കറിയാം. അവിടുത്തെ കോടതിയെല്ലാം നമ്മുടെ നാട്ടിലെ പോലെയല്ല, എല്ലാം മതപരമായ കാര്യങ്ങളിൽ കൂടെ നിയമം നടപ്പാക്കുന്ന സ്ഥലമാണ്. സർക്കാരിനെ അനുസരിച്ചില്ലെങ്കിൽ തങ്ങൾ കൊല്ലപ്പെടും എന്ന് ഉറപ്പായ സാഹചര്യത്തിലാണ് അവിടുത്തെ സൈനികർ പലരും പിന്നീട് ഈ ജനങ്ങൾക്ക് നേരെ നിറവഴിക്കാനും അവരെ കൊല്ലാനുമൊക്കെ തയ്യാറായി എത്തിയത് എന്നാണ് പറയപ്പെടുന്നത്. ഇവരെല്ലാം നിർബന്ധിച്ചാണ് കൊണ്ടുവന്നതെന്നാണ് പറയപ്പെടുന്നത്. മാത്രമല്ല, ഇപ്പോൾ പുറത്തു വരുന്ന മറ്റൊരു വാർത്ത, അമേരിക്കയും ഇറാനും തമ്മിൽ ഉള്ള സമാധാന ചർച്ചകൾ പുരോഗമിക്കുമ്പോഴും ഇറാൻ അവരുടെ സൈനിക കേന്ദ്രങ്ങളെല്ലാം തന്നെ ശക്തിപ്പെടുത്തുന്ന കാഴ്ചയാണ് കാണുന്നതെന്നാണ്. ഇത് ഡ്രോണുകൾ പകർത്തിയ ചിത്രങ്ങളാണ്. ഇറാൻ സൈന്യം അവരുടെ ആയുധപ്പുരകളും അവരുടെ മിസൈൽ ലോഞ്ചറുകളും എല്ലാം തന്നെ വീണ്ടും അറ്റകുറ്റപ്പണി നടത്തുകയും ഒരു യുദ്ധമുണ്ടായാൽ അതിനെങ്ങനെ നേരിടണം എന്നുള്ള ചർച്ചകൾ ഏർപ്പെടുകയും ചെയ്യുന്നതായിട്ടാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അമേരിക്ക ഇറാനെ ആക്രമിക്കുകയാണെങ്കിൽ അടുത്ത നിമിഷം തന്നെ ഇസ്രയേലിനെയും അതുപോലെ ഗൾഫ് രാജ്യങ്ങളിലുള്ള അമേരിക്കയുടെ സൈനിക താവളങ്ങളെയും ആക്രമിക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇതിനോടകം തന്നെ അവർ ഒരുക്കി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ അമേരിക്ക ആകട്ടെ ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പടക്കപ്പലുകൾ ഇറാൻ തീരത്തേക്ക് അയച്ചിട്ടുണ്ട്. മാത്രമല്ല, ഇസ്രായേലിൻ്റെ സംരക്ഷണത്തിനായി ഒരു പടക്കപ്പൽ അങ്ങോട്ടും അയച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇറാന് പെട്ടെന്നൊന്നും അവരെ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല എങ്കിൽ പോലും ഇറാൻ്റെ കൈവശം വലിയ തോതിലുള്ള മിസൈൽ ശേഖരവും ഡ്രോണുകളും ഒക്കെ തന്നെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തൽക്കാലം വേണമെങ്കിൽ പിടിച്ചിരിക്കാനൊക്കെ അവർക്ക് കഴിയും എന്നുള്ള കാര്യവും അമേരിക്കയ്ക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ഏതായാലും ഇറാനിലെ സൈനികർ അതൃപ്തരാണ്. നമുക്കറിയാം, ഒരു രാജ്യത്തെ സൈനികരെ എപ്പോഴും പരിശീലിപ്പിക്കുന്നത് ശത്രു രാജ്യത്തുള്ളവരെ നേരിടുന്നതിന് വേണ്ടി മാത്രമാണ്. പക്ഷേ ഇവിടെ നേരെ തിരിച്ചാണ് സംഭവിച്ചത്. സ്വന്തം നാട്ടുകാർക്കെതിരെ അവരെ വെടിവെച്ച് കൊല്ലാനും മുറിവേറ്റ് പടയുന്നവരെയൊക്കെ തന്നെ ക്രൂരമായി വെടിവെച്ച് കൊല്ലാൻ സൈനികരുടെ മേലധികാരികൾ കീഴ് ജീവനക്കാരോട് ആവശ്യപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അത്രയും ക്രൂരമായ രീതിയിൽ അവരെ കൈകാര്യം ചെയ്തു. ഒപ്പം ജയിലിലേക്ക് കൊണ്ടുപോയ ഈ പ്രക്ഷോഭകരെയൊക്കെ തന്നെ നിരത്തി വെടിവെച്ച് കൊന്നു എന്നും പറയുന്നുണ്ട് സൈന്യം. അതുകൊണ്ട് തന്നെ ഖമേനിയുടെ ഇനി അങ്ങോട്ടുള്ള പ്രവൃത്തികളിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള കൊടും ക്രൂരത കുറയാനാണ് സാധ്യത. കാരണം അവർക്കറിയാം ഏത് നിമിഷം വേണമെങ്കിലും അമേരിക്ക ഇറാനിലേക്ക് എത്തുമെന്നും ഈ ഖമേനിയൊക്കെ ജീവനോടെ അല്ലാതെയോ അവർ തട്ടിക്കൊണ്ട് പോകുമെന്നും രാജ്യത്തെ ആണവ നിലയങ്ങൾ തകർക്കുമെന്നെല്ലാം നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തങ്ങളുടെ സൈനികരെ കൂടെ നിർത്താൻ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള തീവ്ര ചിന്തയിലാണ് ഇറാനിലെ മതഭരണകൂടം. ഏതായാലും സൈനികർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു, സ്വന്തം നാട്ടുകാരെ കൊന്നുതള്ളാൻ ഇനി ഞങ്ങളില്ല എന്ന്.